പുറമറ്റം കവുങ്ങും പ്രയാർ മാർത്തോമ പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കനത്ത മഴയിൽ പള്ളിയുടെ ചുറ്റുമതിൽ തകർന്നു വീണാണ് ഈ കല്ലറ പൊളിഞ്ഞത്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, കനത്ത മഴ അത് ഗുരുതര പ്രശ്നമായി തന്നെ തുടരുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ അവിടുത്തെ മഴയ്ക്ക് കുറവുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്യുകയും കവുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴുകയുമാണ് ഉണ്ടായത്. കല്ലും മണ്ണും റോഡിലേക്ക് തെറിച്ച് വീണതിനോടൊപ്പം തന്നെ കല്ലറയുടെ ഭാഗങ്ങൾ അടരുകയും മൃതശരീരം അടക്കം ശവപ്പെട്ടി കൂടി താഴേക്ക് വീഴുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത്. വീഴ്ചയിൽ ശവപ്പെട്ടിയുടെ ഭാഗങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പുറത്തുനിന്ന് നോക്കിയാൽ മൃതശരീര അവശിഷ്ടങ്ങൾ കൂടി കാണാൻ കഴിയുന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് സംസ്കരിച്ച മൃതശരീരമാണ് പെട്ടിയോടുകൂടി പുറത്തു വന്നത്. ഈ കല്ലൻ മേപ്പുറത്ത് കോളനി റോഡിലേക്കാണ് തകർന്നു വീണ സംരക്ഷണ ഭിത്തിയുടെ ഭാഗങ്ങളും അതോടൊപ്പമുള്ള മണ്ണും ചെളിയും ഒക്കെ തന്നെ വന്നത്. അത് ഗതാഗത തടസ്സത്തിനും കാരണമായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു പകൽ സമയം കൊണ്ട് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തി അത് സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. അതേസമയം പുറത്തേക്ക് വീണ ശവപ്പെട്ടി മൃതശരീരമടക്കം ഉള്ളത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പള്ളി അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മൃതശരീരം കൂടി അടങ്ങുന്ന പെട്ടിയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ള വിഷയം അവർ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കല്ലറയ്ക്ക് കേടുപാട് സംഭവിച്ചെന്നോ സംരക്ഷണ ഭിത്തി തകർന്നുവെന്നുള്ള വിഷയങ്ങൾ പള്ളി വികാരി അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കനത്ത മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും കൂടി വന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇടങ്ങളിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. എന്തായാലും സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം വേഗത്തിൽ ആരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പള്ളി അധികൃതർ. ശരി അഭിലാൽ.